Welcome to another video. Plus 2 Political Science. Politics in India since Independence. എന്ന ടെക്സ്റ്റിൻ്റെ ചാപ്റ്റർ 6 ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ, ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധി. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. ഈ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. എല്ലാവരും വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ: വാട്ട് ഈസ് എമർജൻസി, അല്ലെങ്കിൽ എന്താണ് അടിയന്തരാവസ്ഥ, ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസി, ഇല്ലെങ്കിൽ എമർജൻസി പ്രഖ്യാപിക്കാനുണ്ടായ പശ്ചാത്തലം, ഇന്ത്യയിൽ എമർജൻസി പ്രഖ്യാപിക്കാനുണ്ടായ പശ്ചാത്തലം. അടുത്തത് കോസസ് ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് എമർജൻസി, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ എമർജൻസി പ്രഖ്യാപിക്കാനുണ്ടായ കാരണങ്ങൾ. ദർ ആർ സോ മെനി റീസൺസ്, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ നിന്ന് നമ്മൾ 3 കാരണങ്ങളാണ് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക് കോസസ്, ഇല്ലെങ്കിൽ സാമ്പത്തിക കാരണങ്ങൾ, പിന്നീട് റെയിൽവേ സ്ട്രൈക്ക് ഓഫ് 1974, 1974 റെയിൽവേ പണിമുടക്ക്, അതോടൊപ്പം തന്നെ കറപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വാട്ട് ഈസ് എമർജൻസി, എന്താണ് എമർജൻസി എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവ്സ് എമർജൻസി പവേഴ്സ് ടു ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യക്കാണ് അങ്ങനെ ഒരു അധികാരം കൊടുത്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഈ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡൻറ്റിനാണ്. ഇനി ഇന്ത്യയിൽ പ്രസിഡൻറ്റിനാണ് അങ്ങനെ ഒരു അധികാരമെങ്കിലും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി മിനിസ്ട്രി, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ അനുവാദത്തോടു കൂടിയാണ് അദ്ദേഹം എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ദർ ആർ 3 ടൈപ്സ് ഓഫ് എമർജൻസീസ്. ഇന്ത്യയിൽ 3 തരം, ഇല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസേജ് 3 ടൈപ്സ് ഓഫ് എമർജൻസി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിരിക്കുന്നത് 3 തരത്തിലുള്ള എമർജൻസികളാണ്. ഒന്ന് നാഷണൽ എമർജൻസി, അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നു. മറ്റൊന്ന് എമർജൻസി ഡ്യൂ ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ ദ സ്റ്റേറ്റ്, അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, സംസ്ഥാനത്ത് ഭരണഘടനാപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, ഇല്ലെങ്കിൽ ഭരണം നടത്താൻ കഴിയുന്നില്ല എന്ന് പ്രസിഡന്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഡിക്ലെയർ എമർജൻസി ഇൻ ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ്. ആ ഒരു സ്റ്റേറ്റിൽ മാത്രമായിട്ട് അദ്ദേഹത്തിന് എമർജൻസി ഡിക്ലെയർ ചെയ്യാനായിട്ട് കഴിയും. അതിനെയാണ് എമർജൻസി ഡ്യൂ ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫിനാൻഷ്യൽ എമർജൻസി, അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദീസ് ആർ ദ 3 ടൈപ്പ് ഓഫ് എമർജൻസീസ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇനി അത് ഓരോന്നും വിശദമായിട്ടൊന്ന് നോക്കാം. നാഷണൽ എമർജൻസി, അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ. ഇറ്റ് ക്യാൻ ബി ഡിക്ലെയർഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇഫ് ഹി ഫീൽസ് ദാറ്റ് ദ സെക്യൂരിറ്റി ഓഫ് ദി കൺട്രി ഈസ് ഇൻ ഡേഞ്ചർ. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സെക്യൂരിറ്റി, ഐക്യവും അഖണ്ഡതയും സുരക്ഷയുമൊക്കെ ഡേഞ്ചറിലാണ്, അല്ലെങ്കിൽ ഭീഷണിയിലാണെന്ന് പ്രസിഡൻറ്റിന് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഡിക്ലെയർ നാഷണൽ എമർജൻസി. അദ്ദേഹത്തിന് നാഷണൽ എമർജൻസി, അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവുന്നതാണ്. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആർട്ടിക്കിൾ 352 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ, ഭരണഘടനയിലെ 352 ആർട്ടിക്കിളിലാണ് ഇങ്ങനെ ഒരു എമർജൻസിയെ പറ്റി പരാമർശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്ന ഈ ഒരു സമയത്തും നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ചില ഭാഗങ്ങളിൽ നിന്ന് ഒരു ഡിമാൻഡൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് എമർജൻസി ഡ്യൂ ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ ദ സ്റ്റേറ്റ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ പ്രകാരം ഭരണം നടത്താൻ കഴിയുന്നില്ല, ഇല്ലെങ്കിൽ ആ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഭരണം നടത്താൻ കഴിയാത്ത വിധത്തിൽ പരാജയപ്പെടുന്നു എന്ന് പ്രസിഡന്റിന് ബോധ്യമാവുകയാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഡിക്ലെയർ എമർജൻസി ഇൻ ദാറ്റ് സ്റ്റേറ്റ്. അദ്ദേഹത്തിന് ആ ഒരു സ്റ്റേറ്റിൽ മാത്രമായിട്ട് എമർജൻസി നടപ്പിലാക്കാനായിട്ട് കഴിയും. ഇതിന് പ്രധാനമായിട്ടും അദ്ദേഹം ആശ്രയിക്കുന്നത്, ഇല്ലെങ്കിൽ പ്രസിഡന്റ് ആശ്രയിക്കുന്നത് ദ റിപ്പോർട്ട് ഓഫ് ദി ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ്. ആ സ്റ്റേറ്റിൻ്റെ, ഏത് സ്റ്റേറ്റിലാണോ ഈ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ട് എന്ന് ബോധ്യമുള്ളത്, ആ സ്റ്റേറ്റിൻ്റെ ഗവർണറുടെ ഒരു റിപ്പോർട്ടിൻ്റെ പ്രകാരമായിരിക്കും സാധാരണഗതിയിൽ ഇങ്ങനെയൊരു സ്റ്റേറ്റ് എമർജൻസി നടപ്പിലാക്കുന്നത്. കേരളത്തിലും പഞ്ചാബിലും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും, ജമ്മു കാശ്മീരിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എമർജൻസി ഒന്നും ഉണ്ടാവുകയില്ല. അതിന് പകരം ആ ഒരു സ്റ്റേറ്റിൽ മാത്രമായിരിക്കും. ഇത് സാധാരണഗതിയിൽ പറയുന്നത് പ്രസിഡൻസ് റൂൾ ഇൻ എ സ്റ്റേറ്റ് എന്നുള്ളതാണ്. അതായത് ഒരു സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുതയെന്ന് പറയുന്നത്.
ആർട്ടിക്കിൾ 356 ഇതിനെപ്പറ്റി ഇതിനെ സ്റ്റേറ്റ് എമർജൻസി എന്നുകൂടി പറയാറുണ്ട്, ഇതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത്. ഇനി അവസാനത്തതുമായിട്ടുള്ള എമർജൻസിയാണ് ഫൈനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. It can be declared if the president thinks that the financial stability of the country is in danger. അതായത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകിടം മറിയുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ദി പ്രസിഡന്റ് ക്യാൻ കട്ട് ഷോർട്ട് ദ ഇൻകം ഓർ സാലറി ഓഫ് ദ ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് MLAs, MPs, എക്സെട്ര. MLA-മാരുടെയും MP-മാരുടെയും അങ്ങനെയൊക്കെ ഉള്ളവരുടെയും അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും എല്ലാം സാലറി വെട്ടിക്കുറയ്ക്കാനായിട്ട് നമ്മുടെ പ്രസിഡന്റിന് ഈ ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിലൂടെ സാധിക്കും. ആർട്ടിക്കിൾ 360 ഇങ്ങനെ ഒരു എമർജൻസിയെ പറ്റി പരാമർശിച്ചിരിക്കുന്നത്. സോ ദീസ് ആർ ദ 3 എമർജൻസീസ് ദാറ്റ് ആർ എൻഷ്രൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇതാണ് 3 എമർജൻസികൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ദ നാഷണൽ എമർജൻസി ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ. 1975 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്യപ്പെട്ട നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റിയാണ് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസി അല്ലെങ്കിൽ എമർജൻസിയുടെ പശ്ചാത്തലം, ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുണ്ടായ പശ്ചാത്തലം, അതിലേക്ക് നമുക്കൊന്ന് കടക്കാം. ദ ടുക്ക് പ്ലേസ് മേജർ ടേണിംഗ് പോയിൻറ്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ആഫ്റ്റർ 1967. 1967 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിരവധി വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു. ഇന്ദിരാഗാന്ധി എസ്റ്റാബ്ലിഷ് ഹർ ഡോമിനൻസ് ഇൻ ദ ഗവൺമെൻറ് ആസ് വെൽ ആസ് ഇൻ ദ കോൺഗ്രസ് പാർട്ടി. വി ഹാവ് ഡിസ്കസ്ഡ് ഓൾറെഡി ഇൻ ഡീറ്റെയിൽ. നമ്മളിത് കഴിഞ്ഞ ചാപ്റ്ററിൽ വളരെ വിശദമായ രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്ദിരാഗാന്ധിക്ക് ഡോമിനൻസ് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം. അപ്പോൾ ഇന്ദിരാഗാന്ധി എസ്റ്റാബ്ലിഷ് ഹർ ഡോമിനൻസ് ഇൻ ദ ഗവൺമെൻറ് ആസ് വെൽ ആസ് ഇൻ ദ കോൺഗ്രസ് പാർട്ടി. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിലും കേന്ദ്ര ഭരണത്തിലും ഇന്ദിരാഗാന്ധിക്ക് ഒരു മേധാവിത്വം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഡോമിനൻസ് ഉണ്ടാകുന്നു. വലിയ പ്രമുഖ നേതാക്കന്മാരെല്ലാം ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന രംഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതേസമയം തന്നെ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് ജുഡീഷ്യറി ഓൾസോ ബിക്കം മോർ ഇൻറ്റൻസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും ജുഡീഷ്യറിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റും മറനീക്കി പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ തീവ്രമാകുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ കോൺഫ്ലിക്റ്റ്, അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും ജുഡീഷ്യറിയും തമ്മിലും കോൺഫ്ലിക്റ്റ്. പാർട്ടീസ് ഓപ്പോസ് ടു കോൺഗ്രസ് ബിഗാൻ ടു ക്രിട്ടിസൈസ് ദ ഓട്ടോക്രാറ്റിക് ആക്ടിവിറ്റീസ് ഓഫ് ഇന്ദിരാഗാന്ധി. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ ഇന്ദിരാഗാന്ധിയുടെ ഒരു ഓട്ടോക്രാറ്റിക് ഭരണരീതി, അതിനെ കാര്യമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ഒരു ഓട്ടോക്രാറ്റായിട്ട് മാറുന്നു എന്നുള്ള ഒരു വിമർശനം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഒരു സ്വേച്ഛാധിപതിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വിമർശനം ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൽ ഒഴികെയുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉന്നയിച്ചിരുന്നു. പാർട്ടീസ് അലിച്ച് ദാറ്റ് പൊളിറ്റിക്സ് ഹാസ് ബിക്കം മോർ പേഴ്സണൽ ആൻഡ് ഗവൺമെൻറ്റൽ അതോറിറ്റി വാസ് ടേണിംഗ് ഇൻ ടു പേഴ്സണൽ അതോറിറ്റി. അപ്പോൾ ഈ പാർട്ടികളുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഹാസ് ബിക്കം മോർ പേഴ്സണൽ, രാഷ്ട്രീയം എന്നുള്ളത് കൂടുതൽ വ്യക്തി കേന്ദ്രീകൃതം ആകുന്നു. ആൻഡ് ഗവൺമെൻറ്റൽ അതോറിറ്റി വാസ് ടേണിംഗ് ഇൻ ടു പേഴ്സണൽ അതോറിറ്റി. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് അധികാരം എന്ന് പറയുന്നത് പേഴ്സണൽ അധികാരം, ഇല്ലെങ്കിൽ വ്യക്തിയുടെ മാത്രം അധികാരം എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളൊരു വിമർശനവും കൂടി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ദ ജുഡീഷ്യറി, ഇനി അടുത്ത ജുഡീഷ്യറിയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് എന്താണെന്ന് നോക്കാം. ദ ജുഡീഷ്യറി ഫൗണ്ട് ദാറ്റ് many activities of the government were against constitutional provisions. അപ്പോൾ ജുഡീഷ്യറി പല വിമർശനങ്ങളും ഗവൺമെൻറ്റിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് the activities of the government were against constitutional provisions. The government is acting against the provisions of the constitution. അതായിരുന്നു criticism of the judiciary. ജുഡീഷ്യറിയുടെ വിമർശനം എന്ന് പറയുന്നത് അതായിരുന്നു. അതായത് ഗവൺമെൻറ് ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതിനെ തിരിച്ച് ജുഡീഷ്യറി വിമർശിക്കുന്നത്, കോൺഗ്രസ് അലിസ്റ്റ് ദാറ്റ് ജുഡീഷ്യറി വാസ് ഓൾവേസ് എഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രസി.
ജുഡീഷ്യറി എന്ന് പറയുന്ന സ്ഥാപനം എല്ലായ്പ്പോഴും എഗെയിൻസ്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്നുള്ള ആശയത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പാർട്ടി ജുഡീഷ്യറിയെ തിരിച്ച് വിമർശിക്കുന്നു. കോൺഗ്രസ് കൺസിഡർ കോർട്ട് ആസ് എ കൺസർവേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു യാഥാസ്ഥിതിക സ്ഥാപനമായിട്ട് കോൺഗ്രസ് പാർട്ടിയല്ല, ഒരു യാഥാസ്ഥിതിക സ്ഥാപനമായിട്ട് ജുഡീഷ്യറി പ്രവർത്തിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഒരു പഴഞ്ചൻ സ്ഥാപനമായിട്ട് ജുഡീഷ്യറി പ്രവർത്തിക്കുന്നു എന്നും കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇറ്റ് വാസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദാറ്റ് ഇൻറ്റേർണൽ എമർജൻസി വാസ് ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ. ഈ ഒരു പശ്ചാത്തലത്തിലേക്കാണ് സത്യത്തിൽ ഇന്ത്യയിൽ ഇൻറ്റേർണൽ എമർജൻസി അല്ലെങ്കിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെടുന്നത്. The Congress party which restored after 1971 was entirely different from the old party. We have already discussed it in detail in our previous chapter. അപ്പോൾ ഈ കാര്യം നമ്മൾ നേരത്തെയുള്ള ചാപ്റ്ററിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓൾഡ് കോൺഗ്രസ് പാർട്ടി ആൻഡ് ദ റെസ്റ്റോർഡ് കോൺഗ്രസ് പാർട്ടി. അതായത് മുൻപ് നിലവിലുണ്ടായിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനവും ഇന്ദിരാഗാന്ധി ഒന്ന് പരിഷ്കരിച്ചെടുത്ത കോൺഗ്രസ് പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം, ആ ഒരു രണ്ട് പ്രസ്ഥാനങ്ങളും തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ദ ഇവൻറ്റ്സ് വിച്ച് ടുക്ക് പ്ലേസ് ഇൻ 1973 to 1975 shook the basis of Congress and ultimately resulted in the proclamation of emergency. 1973 മുതൽ 75 വരെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ടായ ഒരു മാറ്റവും എല്ലാം തന്നെ സത്യത്തിൽ എമർജൻസിയുടെ ഡിക്ലറേഷനിലേക്ക് അല്ലെങ്കിൽ എമർജൻസിയുടെ പ്രഖ്യാപനത്തിലേക്ക് വഴിതെളിക്കുകയായിരുന്നു. ദ പീരീഡ് ഓഫ് എമർജൻസി ഫ്രം ജൂൺ 1975 to March 1977 was a dark chapter in the history of independent India. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായം എന്നാണ് ഈ എമർജൻസി പീരീഡ് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത്. അതായത് ജൂൺ 1975 മുതൽ മാർച്ച് 1977 വരെയുള്ള കാലഘട്ടം. ഇറ്റ് വാസ് ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് ദാറ്റ് ഇന്ത്യൻ ഡെമോക്രസി ഹാഡ് എവർ ഫേസ്ഡ്. ഇന്ത്യൻ ജനാധിപത്യം ഇന്നുവരെ നേരിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു സത്യത്തിൽ ഈ എമർജൻസിയുടെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ദ എമർജൻസി ദ ഡാർക്കസ്റ്റ് പീരീഡ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കറുത്ത അധ്യായം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. കോസസ് ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് എമർജൻസി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ there was many reasons for the proclamation of emergency. We will discuss three reasons in this video. ഇന്ന് നമ്മൾ 3 കാരണങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എക്കണോമിക് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ എക്കണോമിക് കോസ്, സാമ്പത്തിക പശ്ചാത്തലം അല്ലെങ്കിൽ സാമ്പത്തിക കാരണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇൻ ദ 1971 ഇലക്ഷൻ ദ സ്ലോഗൻ ഓഫ് ഇന്ദിരാഗാന്ധി വാസ് ഗരീബി ഹട്ടാവോ. ഗരീബി ഹടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം മുമ്പിൽ നിർത്തിയിട്ടാണ് ഇന്ദിരാഗാന്ധി സത്യത്തിൽ 1971 പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും അതിൽ വിജയം നേടുന്നതും. ബട്ട് ദ സ്ലോഗൻ ഓഫ് ഇന്ദിരാഗാന്ധി ഗരീബി ഹടാവോ പ്രൂവ് ടു ബി എ ഫെയിലിയർ. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ ഈ ഒരു മുദ്രാവാക്യം, ഗരീബി ഹടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം, ഒരു കനത്ത പരാജയമായി മാറുകയായിരുന്നു. ഫ്രം ദ ബിഗിനിങ് ഓഫ് 1973 ഇറ്റ്സെൽഫ് പോപ്പുലാരിറ്റി ഓഫ് ഇന്ദിരാഗാന്ധി ബിഗാൻ ടു ഡിമിനിഷ്. 1973 ആരംഭം മുതൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തി എന്ന് പറയുന്നത് ഇടിയുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ മെനി ഇയേഴ്സ് there was no improvement in the social and economic condition of the country. ഒരുപാട് വർഷം കഴിഞ്ഞിട്ടും, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തന്നെ ഒരുപാട് വർഷങ്ങൾ കഴിയുന്നു, എന്നിട്ടും there was no improvement in the social and economic condition of the country. രാജ്യത്തെ ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയ്ക്ക് യാതൊരു പുരോഗതി ഉണ്ടാക്കാനായിട്ട് ഈ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല. There was no serious attempt from the part of the government to lessen poverty. ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു പോവർട്ടി എന്ന് പറയുന്നത്, ഇന്ത്യ നേരിട്ട ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ അതിനെ മാറ്റിമറിക്കാനായിട്ട് there was no serious attempt from the part of the government to lessen poverty. ആ ദാരിദ്ര്യം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. Since all the promises remained only in the manifesto, people lost faith in the Indira Gandhi government.
അപ്പോൾ എല്ലാ പ്രഖ്യാപനങ്ങളും ഇലക്ഷൻ പ്രഖ്യാപനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നപ്പോൾ പീപ്പിൾ ലോസ്റ്റ് ഫെയ്ത്ത് ഇൻ ദ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, എക്കണോമിക് കോസിലെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സത്യത്തിൽ ഇതായിരുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതായത് the action of the government to give asylum to 8 million Bangladeshi refugees really ruined the financial condition of the country. അപ്പോൾ 1971 ഈസ്റ്റ് പാകിസ്ഥാൻ ഇഷ്യൂ വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ് ഇൻ അവർ പ്രീവിയസ് ചാപ്റ്റർ. നമ്മൾ വളരെ വിശദമായിട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ദ ഇഷ്യൂ ഓഫ് ഇൻ ഈസ്റ്റ് പാകിസ്ഥാൻ. ആൻഡ് ഇന്ത്യ വാസ് ഫോഴ്സ്ഡ് ടു വേജ് എ വാർ വിത്ത് പാകിസ്ഥാൻ ഇൻ ദിസ് റിഗാർഡ്. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനിലെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധത്തിൽ തന്നെ ഏർപ്പെടേണ്ടതായിട്ട് വന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഷിംല എഗ്രിമെൻറ്റ് സൈൻഡ് ബിറ്റ്വീൻ ഇന്ദിരാഗാന്ധി ആൻഡ് സുൽഫിക്കർ അലി ഭൂട്ടോ, ആ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആ ഒരു യുദ്ധം അവസാനിപ്പിച്ച സന്ധി, ഷിംല കരാർ, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ ഈസ്റ്റ് പാകിസ്ഥാനിലെ ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് മില്യൺസ് ഓഫ് റെഫ്യൂജീസ് കെയിം ടു ഇന്ത്യ. ലക്ഷക്കണക്കിന്, അതായത് 80 ലക്ഷം എന്നൊക്കെയാണ് കണക്ക് പറയുന്നത്, അതിൽ കൂടുതലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1 കോടിയിൽ പുറത്ത് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇറ്റ് റൂയിൻഡ് ദ ഓൾറെഡി റൂയിൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ. അതായത് സ്വതവേ തകർന്നിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക നിലയെ ഒന്നുകൂടി തകർക്കാൻ മാത്രമാണ് ഈ ഒരു നിലപാട് സത്യത്തിൽ ഇടയാക്കിയത്. അപ്പോൾ ബംഗ്ലാദേശി അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്തത് 8 മില്യൺ, 80 ലക്ഷത്തോളം അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്തത് നമ്മുടെ നിലവിലുണ്ടായിരുന്ന ഫിനാൻഷ്യൽ കണ്ടീഷനെ ഒന്നുകൂടി വേഴ്സാക്കാൻ മാത്രമാണ് ഉപകരിച്ചത്. ഇൻ്റർഫിയറൻസ് ഇൻ ദ ബംഗ്ലാദേശ് ഇഷ്യൂ ലെഡ് ഇന്ത്യ ടു എ വാർ വിത്ത് പാകിസ്ഥാൻ. ഈ ഇന്ത്യ ആ ഒരു വിഷയത്തിൽ ഇടപെട്ടത് പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധത്തിന് തന്നെ വഴിതെളിച്ചു. ഇറ്റ് റിയലി വേഴ്സൻഡ് ദ സിറ്റുവേഷൻ. അത് കാര്യങ്ങൾ ഒന്നുകൂടി ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ ഒന്നുകൂടി തകർത്തു. അപ്പോൾ ഇത് റെഫ്യൂജീസിൻ്റെ ഒരു രംഗമാണിത്. ലോകത്ത് ഒരു റെഫ്യൂജി ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമുക്ക് ഓർക്കേണ്ടുന്നതുണ്ട്. അതിഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഒരു റെഫ്യൂജിയുടേത്. ഇത് ഈ ഒരു സമയത്ത് നമുക്ക് നേരിട്ട മറ്റ് ചില പ്രതിസന്ധികൾ കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ദ അമേരിക്കൻ ഗവൺമെൻറ് സ്റ്റോപ്ഡ് ഓൾ എയ്ഡ് ടു ഇന്ത്യ. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ ഗവൺമെൻറ് ഇന്ത്യക്ക് നൽകി വന്നിരുന്ന എല്ലാവിധ സഹായങ്ങളും നിർത്തലാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഓയിൽ ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ഓൾ കമ്മോഡിറ്റീസ്. അപ്പോൾ പ്രൈസ് ഓഫ് ഓയിൽ അല്ലെങ്കിൽ ഓയിലിൻ്റെ വില അല്ലെങ്കിൽ പെട്രോളിയത്തിൻ്റെ വില വർധനവ് സമസ്ത മേഖലയിലെയും വിലവർധനവിന് ഇടവരുത്തുന്നുണ്ട്. മറ്റൊന്ന്, ഇൻഫ്ലേഷൻ ആൻഡ് ഫുഡ് ഷോർട്ടേജ് അല്ലെങ്കിൽ ഫുഡ് സ്കേഴ്സിറ്റി കോസ്റ്റ് മച്ച് ഹാർഡ്ഷിപ്പ് ടു ദ പീപ്പിൾ. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, എല്ലാവർക്കും അറിയാവുന്നതാണ് പണപ്പെരുപ്പം. അതോടൊപ്പം തന്നെ ഫുഡ് സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ഫുഡ് ഷോർട്ടേജ്, ഭക്ഷ്യ ദൗർലഭ്യം, കോസ്റ്റ് മച്ച് ഹാർഡ്ഷിപ്പ് ടു ദ പീപ്പിൾ. ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി ഇതെല്ലാം. ദെയർ വാസ് എ ഹെവി ഡിക്ലൈൻ ഇൻ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. വ്യാവസായിക മേഖലയിലും യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല, മറിച്ച് ഒരുപാട് വ്യവസായങ്ങൾ ക്ലോസ് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ വ്യവസായശാലകൾ അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ ഉൽപ്പാദനം വളരെയധികം കുറയ്ക്കാൻ നിർബന്ധിതമാകുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് ബിക്കെയിം വെരി ഹൈ. തൊഴിലില്ലായ്മ അതിൻ്റെ ഒരു പാരമ്യത്തിൽ എത്തി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഫ്രോസ് ദ സാലറീസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് വിച്ച് ക്രിയേറ്റഡ് ഡിസാറ്റിസ്ഫാക്ഷൻ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സാലറി മരവിപ്പിക്കുന്നു. അതും ജനങ്ങളുടെ ഇടയിൽ വളരെയധികം ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എതിർപ്പ് ഉണ്ടാക്കിയ നടപടി ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഫെയിലിയർ ഓഫ് മൺസൂൺ ഇൻ 1972-73 led to decrease in agriculture production. ഫെയിലിയർ ഓഫ് മൺസൂണിൻ്റെ ലഭ്യതക്കുറവ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നു. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, ഫുഡ് പ്രൊഡക്ഷൻ ഇതെല്ലാം തന്നെ ഇല്ലാതെയാകുന്നു, ഇല്ലെങ്കിൽ കുറയുന്നു, വളരെയധികം കുറയുന്നു. ഇതെല്ലാം തന്നെ ഇന്ത്യയെ കാര്യമായ രീതിയിൽ ബാധിച്ച കാര്യങ്ങളാണ്. ഇനി മറ്റൊന്നാണ് റെയിൽവേ സ്ട്രൈക്ക് ഓഫ് 1974, 1974 റെയിൽവേ പണിമുടക്ക് എന്ന് പറയുന്നത്.
അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കോൾഡ് ബൈ ദ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് റെയിൽവേ എംപ്ലോയീസ്. റെയിൽവേ എംപ്ലോയീസിൻ്റെ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇങ്ങനെയൊരു സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്യുന്നത്. ലീഡർ ഓഫ് ദി സ്ട്രൈക്ക് വാസ് ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇതിൻ്റെ നേതാവെന്ന് പറയുന്നത്. ഈ ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന വ്യക്തി ഈ അടുത്ത സമയത്താണ് മരണപ്പെടുന്നത്. ഓർഗനൈസ്ഡ് ഫോർ പ്രസിംഗ് ദ നീഡ്സ് ഓഫ് ദി എംപ്ലോയീസ് റിലേറ്റഡ് ടു ബോണസ് ആൻഡ് സർവീസ് കണ്ടീഷൻസ്. അതായത് റെയിൽവേ തൊഴിലാളികളുടെ ബോണസ്, അതേപോലെ തന്നെ സർവീസ് കണ്ടീഷൻസ്, സേവന സാഹചര്യങ്ങൾ, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരുന്നു ഈ ഒരു സമരം എന്ന് പറയുന്നത്. ജോർജ് ഫെർണാണ്ടസിൻ്റെ നേതൃത്വത്തിൽ ഓർഗനൈസ് ചെയ്ത ഈ ഒരു സമരം എന്ന് പറയുന്നത്. It raises the question whether the employees of essential services could strike or not. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് whether the employees of essential services could strike or not. അതായത് എസെൻഷ്യൽ സർവീസസ് അല്ലെങ്കിൽ അവശ്യ സേവനങ്ങൾ, അവശ്യ സർവീസ്, ഇപ്പോൾ നമ്മൾ പോലീസ്, ഹെൽത്ത്, ഇതെല്ലാം തന്നെ അവശ്യ, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ തന്നെ റെയിൽവേ എല്ലാം എസെൻഷ്യൽ സർവീസാണ്. ഇതൊന്നും ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും മുടങ്ങാൻ പാടില്ല. അത്രയും ജനങ്ങൾക്ക് ആവശ്യമുള്ള സർവീസാണ് ഈ എസെൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസെൻഷ്യൽ സർവീസിലുള്ള എംപ്ലോയീസിന് സ്ട്രൈക്ക് ചെയ്യാമോ എന്നുള്ളതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഡിക്ലെയർഡ് ദ സ്ട്രൈക്ക് ഇല്ലീഗൽ. ഈ ഒരു സ്ട്രൈക്കിനെ ഗവൺമെൻറ് ഇല്ലീഗൽ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഗവൺമെൻറ് റിജക്റ്റഡ് ദ ഡിമാൻഡ്സ് ഓഫ് ദി എംപ്ലോയീസ്. ഈ റെയിൽവേ സ്ട്രൈക്കിൻ്റെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഡിമാൻഡുകളെല്ലാം തന്നെ ഗവൺമെൻറ് റിജക്റ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ തള്ളിക്കളയുന്നു, അവഗണിക്കുന്നു. റെയിൽവേ സ്ട്രൈക്കിൻ്റെ രംഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇദ്ദേഹമാണ് ജോർജ് ഫെർണാണ്ടസ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ജോർജ് ഫെർണാണ്ടസ് വാസ് അറസ്റ്റഡ്. ഇദ്ദേഹം പിന്നീട് ഈ ജോർജ് ഫെർണാണ്ടസ് BJPയിലൊക്കെ ചേർന്നിട്ട് വാജ്പേയി മന്ത്രിസഭയിലൊക്കെ അദ്ദേഹം മിനിസ്റ്ററായിരുന്നു. ജോർജ് ഫെർണാണ്ടസ്. ഗവൺമെൻറ് ടുക്ക് ഓൾ പോസിബിൾ മെത്തേഡ്സ് ടു സപ്രസ് ദ സ്ട്രൈക്ക്. എല്ലാ മാർഗങ്ങളും ഗവൺമെൻറ് സ്വീകരിച്ചു ഈ സമരം അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട്. അതിഭീകരമായ രീതിയിൽ ഗവൺമെൻറ് ഈ സമരത്തിനെ സപ്രസ് ചെയ്യുകയാണ്. ഓൾ ദ ലീഡേഴ്സ് വെർ അറസ്റ്റഡ്. എല്ലാ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആർമി വാസ് ഡിപ്ലോയ്ഡ് ടു പ്രൊട്ടക്ട് ദ റെയിൽവേ ട്രാക്ക്. റെയിൽവേ ട്രാക്കുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മിലിറ്ററിയെ അല്ലെങ്കിൽ ആർമിയുടെ സഹായം ഗവൺമെൻറ് തേടുന്നു. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ദ ലീഡേഴ്സ് വെർ ഫോഴ്സ്ഡ് ടു കോൾ ഓഫ് ദ സ്ട്രൈക്ക് ആഫ്റ്റർ 20 days വിതൗട്ട് എനി സെറ്റിൽമെൻറ്റ്. യാതൊരു സെറ്റിൽമെൻറ്റിനും ഗവൺമെൻറ് വഴങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സെറ്റിൽമെൻറ്റിനും തയ്യാറാകാതെ ഇല്ലെങ്കിൽ വിധേയമാകാതെ ഈ തൊഴിലാളി നേതാക്കന്മാർക്ക് ഈ സമരം പിൻവലിക്കാനായിട്ട് നിർബന്ധിതരാവുകയാണ്. 20 ദിവസത്തിന് ശേഷം ഒരു നിബന്ധനകളും കൂടാതെ ഈ സമരം പിൻവലിക്കാനായിട്ട് ഈ റെയിൽവേ എംപ്ലോയീസും അവരുടെ നേതാക്കന്മാരും തയ്യാറാകുന്നു. അങ്ങനെ ഈ റെയിൽവേ സ്ട്രൈക്ക് വാസ് എ ടോട്ടൽ ഫെയിലിയർ. ഇറ്റ് വാസ് എൻ അട്ടർ ഫെയിലിയർ. അതൊരു കനത്ത പരാജയമായിരുന്നു ആ ഒരു സമരം എന്ന് പറയുന്നത്. എങ്കിലും ഇറ്റ് വാസ് വൺ ഓഫ് ദി കോസസ് ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് നാഷണൽ എമർജൻസി. ഇതൊരു പരാജയമായിരുന്നുവെങ്കിലും എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ ഉള്ള കാരണങ്ങളിൽ ഒന്നായിരുന്നു ഈ റെയിൽവേ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. റെയിൽവേ സ്ട്രൈക്ക് വാസ് കോൾഡ് ഓഫ്. അതിൻ്റെ വാർത്തയാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. കറപ്ഷൻ മറ്റൊരു കാരണമായിരുന്നു. കറപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഴിമതി എന്ന് പറയുന്നത്. ദർ വാസ് വൈഡ് സ്പ്രെഡ് കറപ്ഷൻ ഇൻ ദ കൺട്രി. രാജ്യത്ത് മൊത്തം വ്യാപിച്ചിരിക്കുന്ന സമസ്ത മേഖലകളെയും അഴിമതി ബാധിച്ചിരുന്നു. ഈവൻ ദ പ്രൈം മിനിസ്റ്റർ വാസ് നോട്ട് ഫ്രീ ഫ്രം കറപ്ഷൻ. പ്രൈം മിനിസ്റ്റർ പോലും കറപ്ഷൻ്റെ ആരോപണത്തിൽ നിന്ന് മുക്തയായിരുന്നില്ല. ഇന്ദിരാഗാന്ധിക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിനെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അഗെയിൻസ്റ്റ് ഹിസ് സൺ. അദ്ദേഹത്തിൻ്റെ മകനെതിരെ വരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. ഹെൻസ് പബ്ലിക് ഒപ്പീനിയൻ ടേൺഡ് അഗെയിൻസ്റ്റ് ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ പബ്ലിക് ഒപ്പീനിയൻ ടേൺഡ് അഗെയിൻസ്റ്റ് ഇന്ദിരാഗാന്ധിക്കെതിരെ പൊതുജന അഭിപ്രായം സത്യത്തിൽ രൂപീകരിക്കപ്പെട്ട് വരുന്ന ഒരു സമയമായിരുന്നു അതെന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ലെറ്റ്സ് മീറ്റ് അഗൈൻ വിത്ത് അനദർ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി.